ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ചെയ്യുന്നത് തേങ്ങയുടെ ചകിരി വെച്ചിട്ട് ഒരു ബോട്ടിൽ ആർട്ടാണ്. ഈ ചകിരി കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നല്ലതുപോലെ കളഞ്ഞിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. നമുക്ക് ഏത് ടൈപ്പിലെ ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു ഹോർലിക്സിൻ്റെ അങ്ങനത്തെ ഒരു ടൈപ്പ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ടിഷ്യൂ പേപ്പർ വേണം. അത് നമ്മളതിൽ കവർ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ടിഷ്യൂ പേപ്പർ എടുക്കാം. പിന്നെ ഏതെങ്കിലും ഒരു ഗ്ലൂവും കൂടെ എടുക്കാം. നമുക്കിത് ബോട്ടിൽ ഒട്ടിക്കാനാണ്. അപ്പോൾ അതിനെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പൊടിയൊക്കെ ഒന്ന് താഴേക്ക് പോകും. എന്നിട്ട് നമ്മൾ ഇതുപോലെ വലുതായിട്ട് കിടക്കുന്ന ചകിരി നാരിനെയൊക്കെ മാറ്റിയെടുക്കാം. പൊടി ഫുള്ളും പോലെ അതിൻ്റെ താഴ്ഭാഗത്തത് നമുക്കിതിന് ആവശ്യമുള്ളതാണ്. ഇത് വീട്ടിൽ തന്നെ ചെയ്തിരിക്കുന്ന ഗ്ലൂ ആണ്. നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇതുപോലെ കിട്ടാൻ 4 സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ 1 സ്പൂൺ പഞ്ചസാരയും 1 സ്പൂൺ ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ തീ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കുക. ഒത്തിരി അങ്ങ് അടിയിൽ പിടിക്കാത്ത രീതിയിൽ ഒന്ന് കുറുക്കിയെടുക്കാം. ഈ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ ഗ്ലൂവിൻ്റെ ആവശ്യം കൂടുതലില്ല. അപ്പം നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ടിഷ്യൂ പേപ്പറിന് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. നമുക്ക് ചെറുതായിട്ടോ വലുതായിട്ടോ എങ്ങനെ വേണോ കട്ട് ചെയ്ത് ഒട്ടിക്കാം. നമുക്കത് അതിനനുസരിച്ച് ബോട്ടിലിൻ്റെ അളവ് അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ വേണോ അത് കട്ട് ചെയ്ത് ഒട്ടിക്കാവുന്നതാണ്. ആദ്യം ഞാൻ ഇവിടെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഓരോ പീസ് പേപ്പർ ഇതിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പുറത്തും ജസ്റ്റ് ഒന്ന് അതൊന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ പുറത്തും ഒന്ന് തേക്കുന്നുണ്ട് ഗ്ലൂ. അതുപോലെ ഇതിൻ്റെ മുകൾ ഭാഗത്തും അതിൻ്റെ അളവിനനുസരിച്ച് നമ്മൾ പേപ്പർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിക്കുക. എന്നിട്ട് നമുക്ക് ഈ ബോട്ടിലിൻ്റെ പുറത്തേക്ക് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ ചകിരിനാര് നമുക്ക് ഇതിൻ്റെ പുറത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി അങ്ങ് വാരി വയ്ക്കാതെ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം. പിന്നെ നമുക്ക് ഗ്യാപ്പുള്ള ഭാഗത്തും പിന്നെ ഗ്ലൂ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഗ്ലൂ ഒക്കെ വിതറിയിട്ട് നമുക്കിതുപോലെ ചകിരിനാര് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കാം. പിന്നെ ലാസ്റ്റ് ഇതിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ പൊടികൾ, ഈ ചകിരിനാരിൻ്റെ തന്നെ പൊടികൾ നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ പൊടികളൊക്കെ താഴ്ഭാഗത്ത് പോയി കാണും. അപ്പോൾ ആ പൊടി എടുത്തിട്ട് നമുക്ക് ഈ ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഗ്ലൂ തേച്ച് കൊടുക്കുമ്പോഴത്തേക്കും അതിൽ ടച്ച് ചെയ്യാതെ ഒഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ആ ചകിരിനാരൊക്കെ ബ്രഷിൽ പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ഡ്രൈ ആയതിനു ശേഷം വെള്ളം മിക്സ് ചെയ്ത ഗ്ലൂ നമുക്ക് ഇതിൻ്റെ പുറത്ത് ഒന്നുകൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഇളകി നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കി. അപ്പം നമ്മൾ ചകിരിനാര് വെച്ച് സെറ്റ് ചെയ്തത് ഇവിടെ ഡ്രൈ ആയിട്ടുണ്ട്. നമ്മൾ ഈ മുകൾ ഭാഗത്ത് ടോപ്പിലെ ഈ ഭാഗത്തേക്ക് നമ്മൾ ചെയ്യുന്നില്ല, ഒട്ടിച്ചു കൊടുക്കുന്നില്ല. ഇത് നല്ല ഡ്രൈ ആയതിനു ശേഷം നമുക്ക് കളർ കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഫാബ്രിക്കിൻ്റെ കളറാണ് കൊടുക്കുന്നത്. റെഡും ഗോൾഡൻ കളറുമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലോട്ട് സ്പ്രെഡ് ആവാൻ വേണ്ടി ബ്രഷ് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് പെയിൻറ്റ് ഞാൻ മുക്കിയെടുക്കുകയാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കളർ കയറും. അല്ല പുറത്ത് മാത്രം കളർ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യും. അതും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് നല്ലതുപോലെ ഡ്രൈ ആയതിനു ശേഷം ഇത് നമുക്ക് അടുത്ത് ഗോൾഡൻ കളറും കൂടെ നമുക്ക് ഇതിൻ്റെ പുറത്ത് അടിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം കൊടുക്കുന്ന ഡിസൈനല്ല ഇതിൽ ലാസ്റ്റ് കാണുന്നത്. ഇത് ഞാൻ ആദ്യം ഇങ്ങനെയാണ് കൊടുത്തത്. എന്നിട്ട് ഞാൻ അതിൻ്റെ പുറത്ത് വീണ്ടും റെഡ് കളർ അടിച്ചിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് എല്ലായിടും സ്പ്രെഡ് ചെയ്ത് അത്രേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്കിതുപോലെ സ്റ്റോണോ റിങ് പോലത്തെ എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ള എന്താണോ അത് വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അതിന് ഞാനിവിടെ ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫ്ലവർ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഫ്ലവർ മാത്രമല്ല, നമുക്ക് എന്ത് വേണോ ഇതിൽ ഇട്ട് വയ്ക്കാൻ. ഇപ്പോൾ കുഞ്ഞു ബോർഡിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പേനയൊക്കെ ഇട്ട് വയ്ക്കാൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.